എളിയമ്പറമ്പിലെ മാലിന്യ പ്രശ്നം തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയമായി ഇന്നലെയും ഇന്നുമൊക്കെ നിലകൊള്ളുന്നത്. എന്തായാലും ഈ മാലിന്യ നീക്കത്തിൽ ക്രമക്കേടുണ്ടെന്ന AG റിപ്പോർട്ടിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. അഴിമതി ആരോപണങ്ങൾ ശരിയായെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും BJPയും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ പെൻഷൻ മുടങ്ങിയതോടെ ഭക്ഷണത്തിനും മരുന്നിനും പണമില്ലാതെ കോർപ്പറേഷൻ വരാന്തയിൽ കണ്ണീരോടെ കയറി ഇറങ്ങുന്ന ഒരു വിധവ, ശാന്ത എന്ന വിധവയുടെ ഒരു റിപ്പോർട്ട് കൂടി നമുക്കിന്ന് പങ്കുവയ്ക്കാനുണ്ട്. കഴിഞ്ഞ ഓണത്തിനായിരുന്നു ഈ അമ്മയ്ക്ക് അവസാനമായി പെൻഷൻ ലഭിച്ചത്. അതിനുശേഷം യാതൊരുവിധ നടപടികളും ഇവർക്ക് പെൻഷൻ ലഭിക്കാനായി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതുകൂടിയാണ്. ഇന്നലെ സോണൽ കൃഷ്ണയാണ് ഈ വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സോണൽ, ഗുഡ് മോർണിംഗ് സോണൽ. എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്ന് നിരവധി വാർത്തകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാർത്തകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതെ അനു, ഗുഡ് മോർണിംഗ്. പ്രധാനമായിട്ടുള്ള 2 വാർത്തകൾ തന്നെയാണ് ഇന്ന് രാവിലെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് ഈ ഞെളിയമ്പറമ്പിലെ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ ഒരു മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി ഈ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ കരാർ ഒപ്പിട്ടിരിക്കുന്നത് വിവാദ കമ്പനിയായ സോണ്ടയുമായാണ്. സോണ്ടയെ പറ്റി നമുക്ക് അറിയാം, ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ കമ്പനിയാണ്, ഇടതുമുന്നണിയുമായി അടുത്ത ബന്ധമുള്ള കമ്പനിയാണ്. ഈ ഒരു കമ്പനിയുമായിട്ട് തന്നെയാണ് ഈ ഞെളിയമ്പറമ്പിലെ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ കരാർ ഒപ്പിടുന്നത്. അതായത് 7.70 കോടി രൂപയ്ക്കാണ് കരാർ ഒപ്പിടുന്നത്. എന്നാൽ ഈ കരാറിന്റെ ഭാഗമായി 3. ശരി, എന്തായാലും സോണലുമായിട്ടുള്ള തത്സമയ ബന്ധത്തിൽ സാങ്കേതിക തടസ്സം നേരിട്ടിരിക്കുകയാണ്. സോണലിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ AG റിപ്പോർട്ട് വന്നതോടുകൂടി ഈ കോർപ്പറേഷൻ മേൽ പ്രതിപക്ഷം നിരന്തരമായി ആരോപിച്ചിരുന്ന എല്ലാ അഴിമതിയും തെളിഞ്ഞിരിക്കുകയാണ് അല്ലേ സോണൽ? സോണൽ കേൾക്കാമെങ്കിൽ. അതേനു, കൃത്യമായി പറഞ്ഞാൽ AG റിപ്പോർട്ട് വന്നതോടെയാണ് ഈ GST ഇനത്തിലും ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത്. കാരണം ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിവാദങ്ങളും ഈ അനധികൃത സംഭവങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളും BJP ഉൾപ്പെടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം വിവാദങ്ങളെല്ലാം തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ GST ഇനത്തിൽ കൂടി ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ച് ഈ ബയോ മൈനിങ് ഉൾപ്പെടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ബയോ മൈനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് GST തുക ഇളവ് വരുത്തിയിട്ടുണ്ട് GST തുകയിൽ. എന്നാൽ ഇവിടെ അതായത് ഈ ഒരു ഞെളിയമ്പറമ്പിന്റെ കേസിൽ ചട്ടവിരുദ്ധമായി 92 ലക്ഷം രൂപ GST ആയി നൽകാം എന്നുള്ളതാണ് കരാറിന്മേൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ 27.4 ലക്ഷം രൂപ കൈപ്പറ്റിയതായും രേഖകളുണ്ട്. നമുക്കറിയാം, ബയോ മൈനിങ് ഉൾപ്പെടെയുള്ള കാര്യം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടതിൽ ഈ GST ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ 94 ലക്ഷത്തോളം രൂപ GST ആയി നൽകാമെന്ന് കോർപ്പറേഷന്റെ കരാറിൽ പറയുന്നത്. 27.72 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയതായിട്ടും കണക്കുകളിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു രേഖ കൂടി പുറത്തു വന്നതോടെയാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. AG റിപ്പോർട്ടും കൃത്യമായി ഈ കാര്യം പറയുന്നുണ്ട്. അതായത് GST ഇനത്തിൽ തന്നെ വലിയൊരു തുക ഈ സോണ്ട കമ്പനിയുമായി കോർപ്പറേഷൻ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ഈ സോണ്ട കമ്പനി നമുക്കറിയാം ഇടതുമുന്നണിയുമായി അടുത്ത ബന്ധമുള്ള കമ്പനിയാണ്. ഇത്തരം ഒരു കമ്പനിയെ മുൻനിർത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരം 7.70 കോടിക്ക് ഈ കരാർ ഒപ്പിടുന്നു. അതിനുശേഷം 3.7 കോടി രൂപ ഇവർക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ 94 ലക്ഷം രൂപ GST ഇനത്തിൽപ്പെടുത്തി കോർപ്പറേഷൻ കമ്പനിക്ക് നൽകാമെന്ന് പറയുന്നു. അതിൽ 27 കോടി നൽകുന്നു. ഇതെല്ലാം തന്നെ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും ഇതിനെ പാടത്തള്ളിക്കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് മുഖം നൽകാതെ മേയർ ഉൾപ്പെടെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. നമുക്കറിയാം, സോണ്ട കമ്പനിയുമായിട്ട് കോർപ്പറേഷന്റെ അതിരുവിട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആരോപണം. AG റിപ്പോർട്ടും പുറത്തു വന്ന സാഹചര്യത്തിൽ
നിരവധി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കോർപ്പറേഷനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ AG റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കോർപ്പറേഷന് മറുപടി പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് തന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു. കാരണം അതിരുവിട്ട സാമ്പത്തിക ഇടപാടാണ് സോണ്ട കമ്പനിയുമായി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. ഈ ഒരു കാര്യത്തിന്മേൽ ചട്ടവിരുദ്ധമായിട്ടുള്ള നടപടി നടന്നിട്ടുണ്ട്. GSTയുടെ കേസിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങൾക്കും സമരപരിപാടികൾക്കും നീങ്ങുകയാണ്, അല്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങുകയാണ് പ്രതിപക്ഷ നേതാക്കളും അതുപോലെ തന്നെ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ. നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടും തങ്ങൾ സമരത്തിലായിരുന്നു എന്നുള്ളതാണ് BJP ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ AG റിപ്പോർട്ട് കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് മേയർ കൃത്യമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയണം. മറുപടി പറയാത്ത പക്ഷം പ്രതിഷേധങ്ങളും സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് BJP രേഖപ്പെടുത്തിയത്.